അമ്മ വീട്ടിലേക്ക് വരുന്ന കാര്യം പറയാനാണെങ്കിൽ വേണ്ട. ഞാനൊരു അത്യാവശ്യ പണിയില്ല, പിന്നെ വിളിക്കും. വിഷു ആയിട്ട് പോലും വീട്ടിൽ വരാൻ പറ്റില്ലേ നിനക്ക്? ഇതിപ്പോൾ എത്ര മാസമായി? ഒരു ദിവസം നിൽക്കാനായിട്ട് ഞാൻ അത്രയും പൈസ പെട്രോൾ അടിച്ച് കളയണോ? ചുമ്മാ കളയുമല്ലോ, വീട്ടിൽ വരാനല്ലേ. അല്ലേ തന്നെ ഇവിടെ വരെ വരാൻ പെട്രോൾ അടിക്കാൻ കാശില്ലേ നിനക്ക്? പെട്രോൾ മാത്രമാണോ? അല്ല, വെറുതെ വന്നാൽ പോരല്ലോ. വയ്യാതെ നടക്കുന്ന അമ്മാവനായിരം, ക്യാൻസർ വന്ന കുഞ്ഞമ്മയ്ക്ക് 2000, ഇവിടെ വരെ വന്നിട്ട് അവരെയൊക്കെ കാണാതെ പോകുന്നുള്ള പരാതി. എന്തു വർത്താനാ ഹരി ഇത്? ഛേ, വയ്യാതെ കിടക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിന്റെ കയ്യിലില്ലേ? നിനക്ക് വെള്ളം അടിച്ച് കളയാൻ കാശുണ്ടല്ലോ. നിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതെൻ്റെ സൗകര്യം. എന്തായാലും ഇത്തവണ വരവൊന്നും നടക്കില്ലമ്മേ. കാശ് ഓർത്തിട്ടാണ് നീ വരാത്തതെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനിട്ടുന്ന പൈസ തന്നെയല്ലേ, തീർന്നാൽ ഞാൻ തന്നെ ഇട്ട് തരണ്ടേ? എന്താ മിണ്ടാത്ത? അല്ല, എനിക്കറിയാൻ മേലെ ഞാൻ ചോദിക്കുക. അമ്മയ്ക്ക് എങ്ങനെ വല്ല ജോലിയോ വരുമാനമോ പെൻഷനോ വല്ലതും ഉണ്ടോ? പൈസ ഇട്ട് തരാമെന്ന് എവിടെ നിന്ന് ഇട്ട് തരാനാ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. ശരിയെന്നാ. ഇവിടെ പോയി. മക്കള് പുറപ്പെട്ടോ? വല്യമ്മച്ചിക്ക് ഷുഗറാ. ആരും കാണണ്ട. നീ വന്നേ. ഞങ്ങള് പഴയ കൂട്ടുകാരാ. പണ്ട് ഒരുമിച്ച് പാടത്ത് കൊയ്യാൻ പോകുന്ന കാലത്തൊക്കെ ഉള്ള കൂട്ടാ. ഒറ്റക്കെട്ടായിരുന്നു. പാടത്ത് പണിയൊക്കെ ഞാനാ പഠിപ്പിച്ചേ. ഈ കൊടിച്ചു കോതെ. പറയടാ. നീ ഫിറ്റായ? ആ, കുറച്ചുകൂടെ ആവാനുണ്ട്. എടാ, ചെറിയൊരു പണിയുണ്ടേ. ഷിഫ്റ്റിലുള്ള ആരും ഏൽക്കുന്നില്ല, അതാ. എന്താ? എടാ, ഹരിതാർ പോയ നമ്മുടെ ഏജൻസിയുടെ ബസ്സില്ലേ, അത് ഗംഗയിലേക്ക് മറിഞ്ഞു. ഡാർക്ക്. 4 പേര് മരിച്ച്. ഇത്രയുള്ളോ? എന്തോന്ന്? അല്ല, ബസ് നിറച്ച ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. ആ, ഭാഗ്യത്തിന് പോലീസിന്റെ ഒരു ബോട്ട് പെട്രോളിങ് നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാഷ്വാലിറ്റി കുറവാ. അതാണ് ബസ് പറഞ്ഞാൽ 10-30 മരിക്കേണ്ടത്. ആ എടാ, ഇതിപ്പം പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഈ മരിച്ചവരുടെ വീട്ടുകാരെ ഇത് അറിയിക്കണം. ഈ ടി വിയിലെ ന്യൂസിൽ മരിച്ചവരുടെ പേര് പെട്ടെന്ന് എഴുതി കാണിക്കുമ്പോൾ കുടുംബക്കാരെല്ലാം വായിച്ചാൽ അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കില്ലേ? അതങ്ങ് വിളിച്ച് പറഞ്ഞാൽ പോരെ? ആ മതി, അത് മതി. എടാ, ഷിഫ്റ്റിലുള്ള ആർക്കും പക്ഷെ അത് പറ്റില്ല എന്നാ പറയുന്നത്. എന്താ പറ്റാത്ത? ഈ മനുഷ്യപ്പറ്റൊക്കെ ഉള്ളോണ്ടേ. നിനക്കാവും പിന്നെ ആ സീനില്ലല്ലോ. ഈയിടെ എനിക്ക് ഞാൻ ഷിഫ്റ്റിലുള്ള ഞാൻ നിന്നെ വിളിച്ചു വരണം. പോരാതെ ഞാനിവിടെ മനസ്സിൻ്റെ അക്കരെ കണ്ട് വൈബ് ചെയ്തോണ്ടിരിക്കുന്നത്. ഒന്ന് സഹായിക്കടാ. നിന്റെ ഇൻസെന്റീവിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. എടാ, ഇത്ര വലിയ ടാസ്ക് ഒന്നും അല്ല. എടാ, നീ ഇപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് വിളിക്കുക, അയാൾ മരിച്ചെന്ന് പറയുക, ബോഡി നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് കൊച്ചിയിലെത്തുമെന്ന് അറിയിക്കുക. നെക്സ്റ്റ് നമ്പർ റിപ്പീറ്റ്. സിമ്പിൾ. ശരി, ഞാൻ ലിസ്റ്റ് ഇങ്ങോട്ടായി. ആ, ഞാൻ ഫുൾ ലിസ്റ്റ് അയക്കാമേ. അതിൽ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളുടെ കോണ്ടാക്ട് ഞാൻ മഞ്ഞ വെച്ച് മാർക്ക് ചെയ്തേക്കാം. ശരി. ആ എടാ, നിനക്ക് വർക്ക് ഫ്രം ഹോമിന് തന്ന സിമ്മില്ലേ, അതിൽ നിന്ന് വിളിച്ചാൽ മതി. ആദ്യം ആരെ വിളിക്കണം? എത്തിലി പറങ്കി താളി സെറ്റ് മസ അച്ഛനും ചേട്ടനും കൊച്ചനും എത്തിയും സെറ്റ് മസ. ആരതി അഭിരാം, റിലേഷൻഷിപ്പ് വൈഫ്. ഹലോ, ആരതി അഭിരാം അല്ലേ? അതെ. അഭിരാം രാഘവൻ്റെ വൈഫല്ലേ മാഡം? വീട്ടുപേര് പുത്തൻപറമ്പല്ലേ, ഒന്ന് കൺഫേം ചെയ്യാമോ? അതെ, ഇതാരാ സംസാരിക്കുന്നത്? ഓക്കെ മാഡം, ഞാൻ ട്രാവൽസ് നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ടീമിൻ്റെ കൂടെയാണ് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഹരിദ്വാറിലേക്ക് പോയത്. അവർ പോയ ബസ് ഗംഗയിലേക്ക് മറിഞ്ഞു. മരിച്ചവരുടെ കൂട്ടത്തിൽ മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരുണ്ട്. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് വഴി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ ബോഡി കൊച്ചിയിലെത്തും. അവിടെ ഒന്ന് മാഡത്തിൻ്റെ ബോഡി കളക്ട് ചെയ്യാവുന്നതാണ്. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ മാഡം? ഹലോ മാഡം, മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? എന്താടി പറയടി?
എടാ ഇതിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോടാ? അവർ ടി വിയിൽ വല്ലതും കണ്ട് അറിഞ്ഞാൽ പോരെ? അയ്യോ അത് പറ്റില്ലടാ, അവർക്ക് ഏത് വലിയ ഷോക്ക് ആവൂലേ. വിളിച്ച് ആ ഒരു ഇതിലങ്ങ് പറഞ്ഞാൽ മതി. ഏത് ഹലോ ബിനുരാജ് അല്ലേ? അതെ ബിനുരാജാണ്. സാർ വീട്ടുപേര് കാവിൽ വീട്. അതെ, നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? പറയൂ. സാർ ഞാൻ പറയാൻ പോകുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണം. സാറിൻ്റെ ബ്രദറല്ലേ ബിപിൻ രാജ്? അതെ സാർ, ഞാൻ വിളിക്കുന്നത് ട്രാവൽ സേഫ് ട്രാവൽസിൽ നിന്നാണ്. ഞങ്ങളുടെ ടീമിൻ്റെ കൂടെയാണ് സാറിൻ്റെ ബ്രദർ ഹരിദ്വാറിലേക്ക് പോയത്. ഹലോ സാർ. ആ പറഞ്ഞോ, കേൾക്കാം. സാർ, അവർ പോയ ബസ് ഗംഗയിലേക്ക് മറിഞ്ഞു സാർ. മരിച്ചവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലെ സാറിൻ്റെ ബ്രദർ. എന്താ അവൻ്റെ പേരുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഉണ്ട് സാർ. ആ, അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏ എടോ, ബാക്കി കാര്യങ്ങൾ അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ എങ്ങനെയാണെന്ന്. അല്ല സാർ, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ ബോഡി കൊച്ചിയിലെത്തും. അപ്പം ശരി, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? മറ്റെന്താ സാർ? ആ ശരിയെങ്കിൽ ഓക്കെ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. മഞ്ജു, എടീ ഞാൻ അത്ര തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാം. ഉച്ചയ്ക്ക് ഇത് തന്നെയല്ലേ പറഞ്ഞേ? എടീ വിഷുവിന് വീട്ടിൽ പോയില്ലാന്ന് പറഞ്ഞ അമ്മ സീനുണ്ടാക്കി. പോരാത്തതിനൊരു വള്ളിക്കെട്ട് കേസും വന്നു. വെള്ളം അടിക്കാൻ സമയമുണ്ടല്ലോ. എല്ലാവരും പറയുന്ന പോലെ നീ വെറും നിനക്ക് സൂക്കേട് മുക്കുമ്പോൾ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് നീ എന്നെ വിളിക്കുന്നത്. എടീ നമ്മൾ തമ്മിൽ കഴിഞ്ഞ ദിവസം 45 മിനിറ്റ് സംസാരിച്ചപ്പോഴേ അതിൽ 35 മിനിറ്റ് നീ സംസാരിച്ച് നിൻ്റെ അപ്പൻ്റെ പൈൽ സർജറിയെ പറ്റിയിട്ടാണ്. ഇതിന് എന്ത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷനാണ് മഞ്ജു നീ കിട്ടിയേ? അതിന് മുമ്പത്തെ ദിവസം നീ വിളിച്ചായിരുന്നു. നിനക്ക് മറ്റേ ഒന്ന് മുട്ടായി പറക്കല്ലോ, റൊട്ടി തീറ്റിക്കെന്തോ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ബെസ്റ്റ് മാനേജർ കോമ്പറ്റീഷൻ എന്ത് ഒന്നേലാണ്. അല്ല, അതിൽ നിന്നൊക്കെ എനിക്ക് എന്ത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷനാണ് കിട്ടണം? അതിന് മുന്നത്തെ ദിവസം നീ വിളിച്ചപ്പോഴേ നിൻ്റെ അമ്മയ്ക്ക് മാച്ചിങ് ബ്ലൗസ് പീസ് കിട്ടില്ല എന്ന് പറഞ്ഞ് നിൻ്റെ അപ്പനോട് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. അല്ല, ഇതിൽ നിന്നൊക്കെ എനിക്ക് എന്ത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷനാണ് മഞ്ജു കിട്ടണേ? എടി, നമ്മൾ തമ്മിൽ 1 മണിക്കൂർ സംസാരിക്കുമ്പോഴേ 10 മിനിറ്റാണ് നമ്മൾ തമ്മിൽ എന്തെങ്കിലും സെക്സ് ടോക്ക് നടക്കുന്നത്. അല്ല, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇതിൻ്റെ മാനമുണ്ടെങ്കിലേ ഇതെനിക്ക് നഷ്ടക്കച്ചവടം. നല്ല തെറി എൻ്റെ വായി വരുന്നുണ്ടേ. നിനക്ക് കോവിഡ് വന്നതിന് ടെൻഷൻ അടിച്ചല്ലേ ഞാൻ എൻ്റെ അക്കൗണ്ടൻസി എക്സാം കൊളവാക്കിയേ. എനിക്ക് എന്നോട് തന്നെ കുറ്റം തോന്നുന്നു. എടി, നിനക്ക് അക്കൗണ്ടിങ് ഇഷ്ടമല്ല, പ്രിപ്പയർ ചെയ്യാതെ മടി പിടിച്ചിരിക്കാൻ നിനക്ക് നിന്നെ തന്നെ ബോധിപ്പിക്കാനൊരു റീസൺ വേണം. അതിന് നിന്റെ കോവിഡ് യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ട് എനിക്കും അത്രയും കിട്ടുന്ന പോലെ. ഹലോ ഹലോ മോനെ, ഞാൻ ബിനുരാജായിരുന്നേ, ബിപിൻ രാജിൻ്റെ ചേട്ടൻ. കുറച്ച് മുമ്പ് മരണം അറിയിച്ച് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. പറയൂ സാർ. മോനെ, ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. സാറ് ചോദിച്ചോളൂ.
മോനെ എനിക്കിപ്പോൾ ഇവിടെ ചോദിക്കാൻ വേറെ ആരുമില്ല. അതാ മോനോട് ചോദിക്കാമെന്ന് വെച്ചത്. മോനാകുമ്പോൾ എന്നെ പേഴ്സണലി അറിയത്തുമില്ലല്ലോ. അതിനെന്താ സാർ ചോദിച്ചോളൂ. മോനെ, ഞാൻ ഈ മരിച്ചിറക്കിന് പോകേണ്ട ആവശ്യമുണ്ടോ? മോൻ പറ. എന്താ സാർ? അല്ല മോനെ, ഞാൻ ഈ മരിച്ചിറക്കിൽ പങ്കെടുക്കാൻ കാര്യമുണ്ടോയെന്ന്. അല്ല സാറെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ മുംബൈയിൽ നിന്നാണേ. ലീവൊക്കെ ഇത്തിരി പാടാണ്. പിന്നെ അവിടം വരെ വരണ്ടേ? ഇല്ല സാർ, എന്നാലും അത് സാറിൻ്റെ അനിയനല്ലേ, വെറുതെ കാര്യമൊന്നുമല്ലല്ലോ. അല്ല, അതിന് ഞങ്ങൾ തമ്മിൽ അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലെന്നേ. മിണ്ടിയിട്ട് തന്നെ വർഷങ്ങളായി. സ്വത്ത് പാർട്ടീഷൻ നടന്നപ്പോൾ പിണങ്ങിയതാണ്. അല്ല എന്നാൽ പിന്നെ സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പോൾ പോകണ്ടല്ലേ? സാർ ഞാനിപ്പോൾ അതിൽ എന്ത് പറയാനാ സാർ? ഞാൻ ഈ കോൾ സെൻറ്ററിൽ നിന്ന് പറയാൻ വേണ്ടി വിളിച്ച ഒരാളല്ലേ. അല്ല, മോനെ ബാധിക്കുന്ന കാര്യമല്ല. ഞാനൊരു കളക്റ്റീവ് ഇൻഫർമേഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ പോകണ്ടെന്നാണ് മോൻ്റെ അഭിപ്രായം അല്ലേ? സാറിപ്പോൾ ഞാനിതിൽ എന്ത് പറയാനാ സാർ? സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ സാർ. എന്താ മോനെ, എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനാണെങ്കിൽ എനിക്ക് മോനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാശയക്കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ മോനോട് ചോദിച്ചത്. സാറിന് താല്പര്യമില്ലെങ്കിൽ സാർ പോകണ്ട സാർ. അതെ, നമ്മൾ ചുമ്മാ എന്തിനാ വെറുതെ ഇവനൊക്കെ ഓരോരുത്ത് പോയി ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട്. ജീവിച്ചിരുന്നപ്പോഴേ ഇവനൊക്കെ ഉപദ്രവമായിരുന്നേ. അപ്പോൾ ശരി മോനെ, ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. ഇങ്ങനൊരു സംശയം വന്നുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ഹലോ. ഹലോ, ഇതാരാ? ഒരു മിസ് കോൾ ഉണ്ടല്ലോ. ഹലോ, ഇത് ചന്ദ്രിക മാഡം അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? മാഡത്തിൻ്റെ മോൻ്റെ പേരില്ലേ കൈലാഷ് തുളസീധരൻ. ഹലോ മാഡം. അതെ, എന്താണ്? മാഡം, ഞാൻ വിളിക്കുന്ന ട്രാവൽ സേഫ് ട്രാവൽസിൽ നിന്നാണ്. ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പമാണ് മാഡത്തിൻ്റെ മകൻ ഹരിദ്വാറിലേക്ക് പോയത്. ഓ, മനസ്സിലായി. ഇനി ബാക്കി പറയണമെന്നില്ല. അവന്റെ കയ്യിലെ കാശ് തീർന്നു കാണും. അവിടെ ഇപ്പൊ പൈസ അടയ്ക്കണമായിരിക്കും അവനെ വിടാൻ വേണ്ടി. അതിനുവേണ്ടി എന്നെ വിളിക്കണമെന്നില്ല. മാഡം, അതല്ല കാര്യം. അവനെ കൊണ്ടുപോയത് അവന് ഊര് ദണ്ടിച്ച കാശുള്ള വീട്ടിലെ പിള്ളേർ തുള്ളുന്നത് കണ്ടിട്ടേ മാഡം, ഞാൻ ലോൺ അടയ്ക്കാൻ പറ്റ കാശ് കൊടുത്തോണ്ട് അവൻ പോയത്. മാഡം നിങ്ങൾ വിട്ടില്ലേലും എനിക്ക് കുഴപ്പമില്ല. ഇനി അവന് വേണ്ടി മാഡം, പറയാൻ എന്റെ കൈ കാശില്ല. ദൈവമേ, അവനുണ്ടായില്ലായിരുന്നെങ്കിലും. മാഡം, അവർ പോയി വണ്ടി ആക്സിഡൻ്റ് ആയി. 4 പേര് മരിച്ചു. മരിച്ചവരുടെ കൂട്ടത്തിൽ മോനൊന്നോടൊന്ന് നോക്കിക്കേ. അവന്റെ പേര് കാണാൻ വഴിയില്ല. അവൻ നല്ലപോലെ നീന്തും. ഇല്ല മാഡം, കൺഫേം ആണ്. ആരെങ്കിലും രക്ഷിക്കാൻ നോക്കിക്കാണും എന്റെ കൊച്ച്. അല്ലെങ്കിൽ എന്ത് കുത്തൊഴുകാണല്ലോ അവൻ നീന്തി കയറേണ്ടതാ. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കുക. അവന്റെ ഈ സ്വഭാവം കാരണം തന്നെ ഞാൻ എപ്പോഴും അവനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അവന് കുറെ കൂട്ടുകാരുണ്ട്. ഒന്നറിയിച്ചാ മതി, അവരെന്താന്ന് വെച്ചാ ചെയ്തോളൂ. അവന് എല്ലാവർക്കും വലിയ കാര്യമാണ്. എന്റെ കൊച്ചു ലാസ്റ്റ് വിളിച്ചപ്പോഴേ ഞാൻ പ്രാവുക ചെയ്തത്. ഹലോ. ഹലോ മോനെ, ഞാൻ ബിന്ദാജ് തന്നെയായിരുന്നേ. മോനെ, പിന്നെ ആലോചിച്ചപ്പോഴാണ് ഞാൻ പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും? ഞാൻ വെറും നാറിയാണെന്ന് ഓർക്കുമോ? അതോർക്കും. ഓർക്കുമല്ലേ? ആ. ഓ, അപ്പൊ പോകണം എന്നാണ് മോൻ പറയുന്നത്. എന്നെക്കൊണ്ടിടക്ക് എത്ര രൂപ പോകുന്ന? എന്നോട് ചോദിക്കുന്നത്? അയ്യോ, മോൻ ദേഷ്യപ്പെടാതെ. ഒരാശക്കുഴപ്പമുള്ളതുകൊണ്ട് ചോദിച്ചാണേ. എൻ്റെ ഈ സ്വഭാവം കാരണം വേറെ ആരോടും ചോദിക്കാനില്ലാത്തോണ്ടല്ലേ. അപ്പൊ തനിക്ക് അറിയാലോ തന്നെ അറിയണമെന്ന്. വെച്ചിട്ട് പോടാ പോപ്പേ. അയ്യോ മോനെ. ആടാ, എന്താടാ എല്ലാരും വിളിച്ചാ?
ഹലോ അരവിന്ദേഷൻ സാറല്ലേ? ആ അതെ, അരവിന്ദാക്ഷനാണ്. പക്ഷെ എന്നെ ആരും അങ്ങനെ സാറെന്ന് വിളിക്കാറില്ല. ഇതാരാ സംസാരിക്കുന്നത്? കേട്ടില്ലേ? അരവിന്ദാക്ഷൻ സ്പീക്കിംഗ്. ആനന്ദിന്റെ ഫാദർ അരവിന്ദേഷൻ. ഓ സോറി, ആനന്ദിന്റെ സൺ അരവിന്ദേഷൻ അല്ലേ സാർ? അതെ സാർ. പേരിട്ടപ്പോ ഏതോ ഗ്രാൻഡ് പേരെന്ന് തോന്നിയല്ലേ? എന്റെ മുത്തശ്ശന്റെ പേരാണ് എനിക്ക് ഇട്ടത്. മുത്തശ്ശി ഫോഴ്സ് ചെയ്ത് ഇടിയിപ്പിച്ചതാ. വീട്ടിൽ വിളിക്കണ പേര് അച്ചുന്നാ. ഓക്കെ, അച്ചോടെ വേറെ ആരുമില്ലേ? എനിക്കൊരു ബ്രദറുണ്ട്. ബ്രദറിനൊന്ന് ഫോൺ കൊടുക്കാവോ? ഉറങ്ങുക. ഒന്ന് വിളിച്ചോണത്താവോ? ഒരു വിധത്തിലാണ് ഞാൻ ഉറക്കിയത്. നീറ്റാ കാറി പൊളിക്കും. എന്താ? അവനെന്റെ യങ്ങർ ബ്രദറാണ്, ബേബിയാണ്. ബേബി അല്ലാതെ വേറെ ആരുമില്ല ഇവിടെ? യു മീൻ മുതിർന്ന? ആ. ഇവിടെ ഇപ്പൊ ഉള്ളതിൽ മുതിർന്ന ഞാനാണ്. വേറെ ആരുമില്ല ഇവിടെ? ഇല്ല. ഹലോ അങ്കിൾ. ഓക്കെ അച്ചു. അച്ചു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3rd സ്റ്റാൻഡേർഡ്. അങ്കിൾ ആരാ? മോനെ, ഞാൻ മോൻ്റെ പപ്പ ആനന്ദിന്റെ ഒരു ഫ്രണ്ടാണ്. പിന്നെന്തിനാ എന്നെ സാറൻ ആദ്യം വിളിച്ചത്? അങ്കിൾ ഏതോ കസ്റ്റമർ കെയറിനല്ലേ? അത് ഞാൻ അത് മോനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. മോൻ്റെ മമ്മി അവിടെ ഇല്ലേ? ഇല്ലെങ്കിൽ മമ്മിയുടെ നമ്പറും തരാവോ? അങ്കിൾ സത്യത്തിൽ ആരാ? ഞാൻ പറഞ്ഞില്ല മോനെ, ഞാൻ മോൻ്റെ പപ്പ ആനന്ദിന്റെ ഒരു ഫ്രണ്ടാണ്. മമ്മിയുടെ നമ്പറും തരാവോ? എങ്കിൽ പപ്പ ഇപ്പൊ എവിടെയാണെന്ന് പറഞ്ഞേ. പപ്പ ഹരിദ്വാറിലേക്ക് പോയിക്കോല്ലേ? കറക്റ്റ്. ഇനി പപ്പ എന്തിനാണ് അവിടെ പോയെന്ന് പറഞ്ഞേ? പ്രാർത്ഥിക്കാൻ. തെറ്റി. മമ്മിയുടെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കാൻ പോയതാ. ഹലോ അങ്കിൾ. പറ മോനെ. ആ ഇപ്പൊ മനസ്സിലായി. പപ്പ ഹരിദ്വാറിലേക്ക് പോണ വഴി പരിചയപ്പെട്ടാണല്ലേ അങ്കിളിനെ? എന്നെ പ്രാങ്ക് ചെയ്യാൻ പപ്പ എന്നെ വിളിപ്പിച്ചാണല്ലേ? അതായിരിക്കും ആദ്യമേ എന്നെ സാറിന് വിളിച്ചത്. എന്നിട്ട് പപ്പ ഇപ്പൊ എന്തേ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ. എന്നെ വിളിക്കാതെയോ? നിങ്ങൾ ആരെ ഏൽപ്പിച്ചിട്ടാ പപ്പ ഇങ്ങോട്ട് വന്നേ? അച്ഛമ്മേ. അച്ഛമ്മയ്ക്ക് കുറച്ചു മുമ്പ് പ്രഷർ കൂടി വല്യച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ശരി മോനെ, അച്ഛൻ വരുമ്പോൾ നമ്പർ വിളിക്കാൻ പറയും കേട്ടോ. അങ്കിൾ, പപ്പ എപ്പോഴാ വരുക? വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. വരും മോനെ. പപ്പ അങ്കിളിന്റെ റൂമിൽ വരുമ്പോ വീഡിയോ കോൾ വിളിക്കാൻ മകനെ. കണ്ടിട്ട് കുറെ ഡേയ്സ് ആയി. ലാസ്റ്റ് വീക്ക് പോയതാ. അച്ഛനിപ്പം വരും മോനെ. അപ്പം ഞാൻ പറയാം കേട്ടോ. ശരി അങ്കിൾ. ശരി അച്ചു. ഹരിദ്വാറിൽ മലയാളി സംഘം സഞ്ചരിച്ച ബസ് ഗംഗയിലേക്ക് മറിഞ്ഞ് 4 മരണം. കോട്ടയം സ്വദേശികളായ അഭിരാം രാഘവൻ, ഹരിദ്വാറിൽ മലയാളി തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഗംഗയിലേക്ക് മറിഞ്ഞ് 4 പേർ മരണപ്പെട്ടു. കോട്ടയം സ്വദേശികളായ അഭിരാം രാഘവൻ, ബിനുരാജ്, കൊല്ലം സ്വദേശികളായ ആനന്ദുള്ള, കൈലാശൻ, തുളസീധരൻ എന്നിവരാണ് മരണപ്പെട്ടത്. വിവരങ്ങളുമായി അരവിന്ദ് നമ്മളോടൊപ്പം ചേരുന്നു. 4 പേരാണ് മരണപ്പെട്ടത്. ഭാഗ്യത്തിന് പോലീസിന്റെ ബോട്ട് നൈറ്റ് പെട്രോളിംഗ് സംഭവ സ്ഥലത്തിന് സമീപത്ത് നൈറ്റ് പെട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ഹലോ അച്ചു. അങ്കിള് കുറച്ചു മുമ്പ് പപ്പയെ കണ്ടില്ലായിരുന്നോ? എന്താ അച്ചു? വല്യച്ഛനും കൊച്ചച്ഛനും നൈബേഴ്സും എല്ലാം ഇങ്ങായിരുന്നു. മമ്മി മരിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ മമ്മിയെ ആംബുലൻസിൽ കൊണ്ടുവന്നു. അങ്കിള് പറ, അങ്കിള് കുറച്ചു മുമ്പ് അച്ഛനെ കണ്ടില്ലായിരുന്നു. അച്ഛമ്മ ചോദിക്ക്, ഈ അങ്കിളാണ് മുമ്പ് അച്ഛനെ കണ്ടെന്ന് പറഞ്ഞത്. ഹലോ മോനെ, ഇവൻ പറയുന്നു മോൻ ആനന്ദനെ കണ്ടെന്ന്. നേരാണോ മോനെ? എപ്പോഴാ കണ്ടത്? കുറെ നേരമായോ? ഞങ്ങളിപ്പോ ഒരു വാർത്ത കണ്ടു, അതുകൊണ്ട് ചോദിക്കുക. പറ മോനെ.
ഹലോ. ഹലോ മോനെ, ഞാൻ ബിനുരാജ് തന്നെയാണേ. ഹലോ മോനെ, ഒന്നും വിചാരിക്കരുത്, വേറെ ആരോടും ചോദിക്കാനില്ലാത്തതുകൊണ്ടാ. പിന്നെ ഞാൻ ഇത്തിരി സാമ്പത്തിക ഞെരുക്കത്തിലും കൂടിയാണേ. മോനെ, കോവിഡ് പിടിച്ച് ക്വാറന്റൈനാണ്, അതുകൊണ്ടാണ് വരാത്തതെന്ന് അങ്ങോട്ട് അറിയിച്ചാലോ? അപ്പം നാട്ടുകാർ വേറൊന്നും ഓർക്കില്ലല്ലോ. അല്ല, എനിക്ക് അവനോട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണേ. എന്താ മോൻ്റെ അഭിപ്രായം? ഹലോ ചേട്ടാ, ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ഒരാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എഴുതി വാങ്ങിക്കും. അതെന്തിനാന്ന് വെച്ചാൽ പോകുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ച വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചേട്ടൻ്റെ അനിയൻ ഈ ലോകത്ത് 10-40 വർഷം ജീവിച്ച ഒരാളാണ്. അയാൾക്കൊരു എന്തൊരു 100 പേരെങ്കിലും ഇവിടെ കാണും. അതിൽ നിന്ന് പുള്ളി എഴുതിയ ചേട്ടൻ്റെ പേരാ. ഇനി എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ തീരുമാനിച്ചു.